മുതൽ വെളിപ്പാട് വരെ ഒരുപാട് കുടുംബങ്ങളെ നാം കണ്ടുമുട്ടുന്നു. ചില കുടുംബങ്ങൾ ദൈവത്തെ കുടിയിരുത്തിയിരിക്കുന്ന ഭവനങ്ങൾ, ചില ഭവനങ്ങളാകട്ടെ ദൈവത്തെ കുടിയൊഴിപ്പിച്ചിരിക്കുന്ന ഭവനങ്ങൾ. ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ കുടുംബം ദൈവത്തെ കുടിയിരുത്തിയിരിക്കുന്ന ഭവനമാണോ, ദൈവത്തെ കുടിയൊഴിപ്പിച്ചിരിക്കുന്ന ഭവനമാണോ? 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനം, അടിയന്റെ കുടുംബം അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ അവിടെ തിരുവുള്ളമാകണമേ. ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാ. ഈ വചനം കേൾക്കുമ്പോൾ അബ്രാഹത്തിന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു ചെന്നു. ആ കുടുംബത്തിന് ദൈവത്തിന്റെ ദൂതന്റെ സാന്നിധ്യം എന്താണ് കുറവുള്ളത് നിറവാക്കി മാറ്റി. അബ്രാഹത്തിന് കുഞ്ഞിനെ നൽകി. ജോബിന്റെ കുടുംബത്തിന് എന്തായിരുന്നു കുറവുണ്ടായിരുന്നത് നിറവാക്കി മാറ്റി. ജോബിന് സമ്പത്ത് നൽകി. തോബിത്തിന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു ചെന്നു. ആ കുടുംബത്തിന് ആവശ്യം രോഗശാന്തിയായിരുന്നു. ആ കുടുംബത്തിന് രോഗശാന്തി ലഭിക്കുക. ഇതുപോലെ തന്നെ പുതിയ നിയമത്തിലും കുടുംബങ്ങളെയെല്ലാം ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയാണ് കർത്താവ് യേശുമിശിഹ. കർത്താവ് യേശുമിശിഹ കടന്നു ചെന്ന കുടുംബങ്ങൾ, യേശുവിൻ്റെ സാന്നിധ്യം ആ കുടുംബത്തിൻ്റെ കുറവ് നിറവാക്കി മാറ്റിയിട്ടുണ്ട്. എലിസബത്തിന്റെ ഭവനത്തിലേക്ക് മറിയത്തിന് ഉദരത്തിലായിരുന്നുകൊണ്ട് യേശു കടന്നു ചെന്നു. ആ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. യേശുവിൻ്റെ സാന്നിധ്യം. ഇതുപോലെ തന്നെ സക്കേവൂസിന്റെ ഭവനം, വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്. എന്നാൽ സക്കേവൂസിന്റെ കുടുംബത്തിന് വലിയ കുറവുണ്ടായിരുന്നു. ആ കുറവാണ് യേശുവിൻ്റെ സാന്നിധ്യം അവിടെ മാറ്റിമറിച്ചത്. എന്തിൻ്റെ കുറവായിരുന്നു? അതാണ് വചനം കാണുന്നത്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ആ കുടുംബത്തിന് ആവശ്യം രക്ഷയായിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യം ആ കുടുംബത്തിന് രക്ഷ നൽകി. കാനായിലെ കുടുംബത്തിലേക്കും യേശു കടന്നു ചെന്നു. ഈ കുടുംബത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ആഘോഷങ്ങളൊക്കെ ഇല്ലേ? പെരുന്നാളുകളാവട്ടെ, അതുപോലെ തന്നെ മാമുദീസ, സ്ഥൈൽ ലേപനം, ആദ്യുർബാന സ്വീകരണം, വിവാഹം, എന്തൊക്കെ ആഘോഷങ്ങളാണ് നമ്മുടെ കുടുംബത്തിലുള്ളത്. പക്ഷേ നമ്മുടെ കുടുംബങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി യേശുവിനെയും പരിശുദ്ധാമ്മയെയും നാം ക്ഷണിക്കാറുണ്ട്. ആഘോഷങ്ങളിൽ ആത്മീയത നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുക. എന്നാൽ യേശുവിനെ ആ കുടുംബം അവിടെ ആഘോഷങ്ങളുടെ മധ്യേ ക്ഷണിച്ചതുകൊണ്ടല്ലേ ആ കുടുംബത്തിൻ്റെ വലിയ അപമാനത്തിലേക്കും വലിയ വിപത്തിലേക്കും പോയപ്പോൾ യേശു അവരെ കൈപിടിച്ചുയർത്തിയത്. ഇന്നും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം വലിയ അപമാനത്തിലേക്കും വിപത്തിലേക്കും പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? യേശുവിനെ ഒന്നാമതായി നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ യേശു കടന്നു ചെന്ന മറ്റൊരു കുടുംബം പത്രോസിന്റെ കുടുംബം. പത്രോസിന്റെ അമ്മായിമ്മ പനി ബാധിച്ച് കിടക്കുകയായിരുന്നു. ഈ പനി ബാധിച്ച് കിടന്ന അമ്മായിമ്മയെ യേശു പോയി സൗഖ്യപ്പെടുത്തിയ. എങ്ങനെയാ സൗഖ്യപ്പെടുത്തിയത്? യേശു പനിയെ ശാസിച്ചു എന്ന് പറയുക. പനി എന്തു പനിയായിക്കൊള്ളട്ടെ, പക്ഷേ യേശു പനിയെ ശാസിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതെന്തോ തിന്മയുടെ സ്വാധീന വലയ. അതുകൊണ്ടാണ് യേശു പനിയെ ശാസിച്ചു എന്ന് പറയുന്നത്. ഇന്നും ചില കുടുംബങ്ങൾ യേശു വന്ന് ശാസിക്കേണ്ട മേഖലകളില്ലേ? മദ്യപാനത്തിന് പിടിയിൽ അമർന്നിരിക്കുന്ന, ജഡത്തിന്റെ പാപത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന കുടുംബങ്ങൾ, മക്കൾ വഴിതെറ്റിപ്പോയിരിക്കുന്ന അവസ്ഥ. ഈശോയെ, നീ എൻ്റെ കുടുംബത്തിലേക്ക് വരണേ. ഈശോയെ, നീ ഒന്ന് ക്ഷണിച്ചേ. ലാസറിന്റെ കുടുംബത്തിലേക്ക് യേശു കടന്നു ചെന്നു. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർപ്പിക്കാൻ യേശുവിന് സാധിച്ചു. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ഈ മരണത്തിന്റെ അവസ്ഥയിലാണ്. ഇവിടെ നിന്ന് ജീവനിലേക്ക് ഉയർത്തണോ? യേശുവിനെ നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നു, ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുക്കിലേക്ക് വരികയും അവനോടുകൂടെ ഭക്ഷിക്കുകയും ചെയ്യും. എൻ്റെ കുടുംബത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കണം. യേശുവിൻ്റെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൻ്റെ കുറവുകൾ നിറവുകളാക്കി മാറ്റും. എൻ്റെ കുടുംബത്തിൽ എന്ത് പോരായ്മയുണ്ടോ, യേശുവിന് അവിടെ സൗഖ്യം തരാൻ സാധിക്കാത്ത, മാറ്റം വരാൻ സാധിക്കാത്ത ഒരു മേഖലയില്ല. യേശുവിനെ വിളിക്കുക. ഇന്ന് യേശുവിന് വേണ്ടി എൻ്റെ കുടുംബത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. ഓരോ മുറികളും യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കട്ടെ. യേശു നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ.